അധ്യായം 7. മർത്യന് ഭൂമിയിൽ യുദ്ധസേവയില്ലയോ? അവന്റെ ജീവകാലം കൂലിക്കാരന്റെ ജീവകാലം പോലെ തന്നെ. വേലക്കാരൻ നിഴൽ വാഞ്ചിക്കുന്നതുപോലെയും കൂലിക്കാരൻ കൂലിക്ക് കാത്തിരിക്കുന്നതുപോലെയും വ്യർത്ഥമാസങ്ങൾ എനിക്ക് അവകാശമായി വന്നു. കഷ്ടരാത്രികൾ എനിക്ക് ഓഹരിയായിത്തീർന്നു. കിടക്കും നേരം ഞാൻ എപ്പോൾ എഴുന്നേൽക്കും എന്ന് പറയുന്നു. രാത്രിയോ ദീർഘിച്ചുകൊണ്ടിരിക്കുന്നു. വെളുക്കുവോളം എനിക്കുരുളുക തന്നെ പണി. എന്റെ ദേഹം പുഴുവും മൺകട്ടയും ഉടുത്തിരിക്കുന്നു. എന്റെ ത്വക്കിൽ പുൺവായികൾ അടഞ്ഞു വീണ്ടും പഴുത്തു പൊട്ടുന്നു. എന്റെ നാളുകൾ നെയ്ത്തോടത്തിലും വേഗതയുള്ളത്. പ്രത്യാശ കൂടാതെ അവ കഴിഞ്ഞു പോകുന്നു. എന്റെ ജീവൻ ഒരു ശ്വാസം മാത്രമെന്നോർക്കേണമേ. എന്റെ കണ്ണ് ഇനി നന്മയെ കാണുകയില്ല. എന്നെ കാണുന്നവന്റെ കണ്ണ് ഇനി എന്നെ കാണുകയില്ല. നിന്റെ കണ്ണ് എന്നെ നോക്കും, ഞാനോ ഇല്ലാതിരിക്കും. മേഘം ക്ഷയിച്ചു മറഞ്ഞു പോകുന്നതുപോലെ പാതാളത്തിലിറങ്ങുന്നവൻ വീണ്ടും കയറി വരുന്നില്ല. അവൻ തന്റെ വീട്ടിലേക്ക് മടങ്ങി വരികയില്ല. അവന്റെ ഇടം ഇനി അവനെ അറിയുകയുമില്ല. ആകയാൽ ഞാൻ എന്റെ വായടക്കിയില്ല. എന്റെ മനപ്പീഠയിൽ ഞാൻ സംസാരിക്കും. എന്റെ മനോവ്യസനത്തിൽ ഞാൻ സങ്കടം പറയും. നീ എനിക്ക് കാവലാക്കേണ്ടതിന് ഞാൻ കടലോ കടലാനയോ ആകുന്നുവോ? എന്റെ കട്ടിൽ എന്നെ ആശ്വസിപ്പിക്കും. എന്റെ മെത്ത എന്റെ വ്യസനം ശമിപ്പിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ, നീ സ്വപ്നം കൊണ്ട് എന്നെ അരട്ടുന്നു, ദർശനം കൊണ്ടും എന്നെ ഭയപ്പെടുത്തുന്നു. ആകയാൽ ഞാൻ ഞെക്കിക്കൊലയും. ഈ അസ്ഥികൂടത്തേക്കാൾ മരണവും തിരഞ്ഞെടുക്കുന്നു. ഞാൻ അഴിഞ്ഞിരിക്കുന്നു, എന്നേക്കും ജീവിച്ചിരിക്കയില്ല. എന്നെ വിടേണമേ. എന്റെ ജീവകാലം ഒരു ശ്വാസം മാത്രമല്ലോ. മർത്യനെ നീ ഗണ്യമാക്കേണ്ടതിനും അവന്റെ മേൽ ദൃഷ്ടിവെക്കേണ്ടതിനും അവനെ രാവിലെ തോറും സന്ദർശിച്ച് മാത്രത്തോറും പരീക്ഷിക്കേണ്ടതിനും അവൻ എന്തുള്ളു? നീ എത്രത്തോളം നിന്റെ നോട്ടം എങ്കിൽ നിന്ന് മാറ്റാതിരിക്കും? ഞാൻ ഉമിനീറിറക്കുവോളം എന്നെ വിടാതെയും ഇരിക്കും. ഞാൻ പാപം ചെയ്തുവെങ്കിൽ മനുഷ്യപാലകനെ ഞാൻ നിനക്കെന്തു ചെയ്യുന്നു? ഞാൻ എനിക്ക് തന്നെ ഭാരമായിരിക്കത്തക്കവണ്ണം നീ എന്നെ നിനക്ക് ലക്ഷ്യമായി വെച്ചിരിക്കുന്നതെന്ത്? എന്റെ അതിക്രമം നീ ക്ഷമിക്കാതെയും അകൃത്യം മോചിക്കാതെയും ഇരിക്കുന്നതെന്ത്? ഇപ്പോൾ ഞാൻ പൊടിയിൽ കിടക്കും. നീ എന്നെ അന്വേഷിച്ചാൽ ഞാൻ ഇല്ലാതിരിക്കും.